ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അൻവിൻ ജോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ. ഈ ഒരു ഇഷ്യൂവിനകത്തോട്ട് നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് വന്ന് പെട്ടിട്ടുണ്ട്. അതിനെയൊക്കെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കോണ്ടന്റ്. ആരാണ് അൻവിൻ ജോസ്? ഈഗിൾ ഗെയിമിങ്ങുമായിട്ട് അൻവിൻ എന്താണ് ബന്ധം? എങ്ങനെയാണ് ഈഗിളിനെ ഇത് അഫക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. മേ ബി ഇത് കുറച്ച് ലെന്തായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ തുടക്കം നിങ്ങൾ കണ്ടില്ലെങ്കിലും ഇതിന്റെ ഒരു മിഡ് ഭാഗം തൊട്ട് നിങ്ങൾ കാണാൻ മറക്കണ്ട. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആരാണ് അൻവിൻ എന്ന് നോക്കാം. ഇദ്ദേഹം ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു മില്യണയർ ആണെന്നാണ് ഇദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പുള്ളിയുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇയാൾ എങ്ങനെയാണ് ഫേമസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഫേമസ് ആയത്. 1 മിനിറ്റ് താഴെയുള്ള വ്ളോഗൊക്കെ ആയിരിക്കും പുള്ളി ചെയ്യുന്നത്. ഉള്ളത് പറയണമല്ലോ, കണ്ടിരിക്കാൻ നല്ല രസമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഡ്രീം ലൈഫാണ് പുള്ളി അതിനകത്തോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇദ്ദേഹത്തിന് കുറച്ച് ഡോഗ്സ് ഉണ്ട്, ഒരു 3 ഡോഗ്സ് ഉണ്ട്. ഈ പട്ടിയുടെ കൂടെ ഒറ്റയ്ക്കാണ് ഇയാള് ആ ഒരു വീട്ടിൽ സഹവാസം. പിന്നീട് ഇയാൾക്ക് കുറെ കാറുകളുണ്ട്. കാറും പട്ടിയുമാണ് ഇയാളുടെ മെയിൻ കോണ്ടന്റ്. സിംഗിൾ ആയിട്ടുള്ള ഒരു റിച്ച് ലൈഫ് നമ്മളിലോട്ട് ഇട്ട് തന്നിട്ടാണ് ഇദ്ദേഹം ഫേമസ് ആവുന്നത്. ഇയാളുടെ റീൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ 1-2 ഇയാളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയ റീൽസ് ഞാനൊന്ന് വെക്കാം. രാവിലെ തന്നെ ഞാൻ പിള്ളേരുടെ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്ന പശുവിന്റെ ചെവി, കുതിരയുടെ കാല്, മുയലിന്റെ ചെവി, പിന്നെ ഒരു മുയലിന്റെ ഫുൾ ബോഡി, പിന്നെ 20 കിലോയുടെ 3 പെട്ടി ഇറച്ചി. ഇതാണ് അവരുടെ ഈ ആഴ്ചത്തെ ഭക്ഷണം. പശുവിന്റെ ചെവി ആട്ടെ 3 ഇഷ്ടപ്പെട്ടത്. അവന്മാർക്ക് ഫുഡും വാങ്ങിച്ചു കൊടുത്ത് സോപ്പിട്ട് ഞാൻ ഒരു വഴിക്ക് പോവാ. വീടും അന്തരീക്ഷമൊക്കെ ഭയങ്കര ബോറായി തുടങ്ങി. എല്ലാം വൃത്തിയാക്കി തുടങ്ങണം. ഗാരേജ് തുറന്നു നോക്കി ഞാൻ തുടച്ച് മിനിക്കിട്ട് ടെസ്ലക്കുട്ടനെ കാണാം. ഈ വണ്ടി ഭയങ്കര രസമാട്ടോ. കാലം അമർത്തി ചവിട്ടിയ വൈറ്റി കൂടെ ബട്ടർഫ്ലൈ പോകും. അത്ര പവറാ. ഇന്ധനത്തിന് പകരം ഇലക്ട്രിസിറ്റി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡ്രൈവ് ചെയ്ത് എങ്ങോട്ടാ പോകുന്ന കാര്യം നടന്നാൽ മാത്രം കാണിക്കാം കേട്ടോ. അപ്പൊ പിന്നെ ബാക്കി അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോ കൂടെ കാണിക്കാം. രാവിലെ തന്നെ കുറ്റിയും പറിച്ച് എങ്ങോട്ട് പോകുന്നവർക്ക് മനസ്സിലായി. ഏത് വണ്ടിക്കാ പോകുന്നുള്ള കൺഫ്യൂഷനായി കാണുന്നത്. ഞാനാണ് അവന്മാരെ വട്ടത്തിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക. ഈ ചൂലാണ് അവന്മാരെ ചൂലിട്ട് കളിപ്പിക്കുക. പുറത്തോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻ ആണ് അവന്മാരെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഇന്നത്തെ ദിവസം എന്റെ അടുത്തല്ല. വി ആർ സ്പെൻഡിങ് സം ടൈം ഇൻ പീറ്റർബ്രോ. ഷെഫും ഞാൻ തന്നെ. ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവരപ്പുറത്ത് കള്ളു കുടിക്കുക. അഴുക്കപ്പിള്ളേർ. അവരുടെ എൻജോയ്മെന്റ് നടക്കുന്ന സമയത്ത് ഞാൻ പിള്ളേരെ ഉറക്കാൻ പോയി. പുതിയ വീട്, പുതിയ അന്തരീക്ഷം. ഒന്നും അങ്ങനെ ശരിയാവണില്ല. ഞാൻ ഓളമെ കെട്ടിപ്പിടിച്ചെടുക്കുന്നതിന്റെ അസൂയായി കാണുന്നത്. ലിയാപ്പിയും ബീഗറിനും എന്നെ എണീപ്പിക്കാൻ നോക്കുക. നെക്സ്റ്റ് ഡേ രാവിലെ പുറത്തോട്ട് പോകണം. അപ്പോഴാണ് നമ്മുടെ മാനേജർ തട്ടി പറയുന്ന ലാപ്ടോപ്പ് എടുക്കാൻ മറന്നുപോയി. 4 മണിക്കൂർ തിരിച്ച് വീട്ടിൽ പോകുന്നതിനേക്കാളും നല്ല തൊട്ടടുത്ത് പോയി ലാപ്ടോപ്പ് വാങ്ങുന്നു. നമുക്കൊക്കെ സമയത്തിനാണുള്ള വില. അവിടെ നേരെ കേംബ്രിഡ്ജിലെ ഏതോ പ്രാന്തപ്രദേശത്തുള്ള ആപ്പിൾ സ്റ്റോറിലോട്ട്. ചോദ്യമില്ല, ഉത്തരവില്ല, ഒരു സാധനം കൊണ്ട് പൂശി. ആ ലാസ്റ്റത്തെ അത് തന്നെ കണ്ടില്ലേ? പുള്ളി ലാപ്ടോപ്പ് എടുക്കാൻ മറന്നു. തൊട്ടടുത്ത സ്റ്റോറി കയറിയിട്ട് ലാപ്ടോപ്പ് ഒരു ആപ്പിളിന്റെ ഒരു സാധനം അങ്ങോട്ട് കീച്ചി. അതാണ് പുള്ളിയുടെ ഭയങ്കര റിച്ച് ലൈഫാണ്. ഇതൊക്കെ കണ്ടാൽ ആർക്കാണ് അസൂയ തോന്നാത്തത്? നിങ്ങൾ പറ. അപ്പൊ ഈ ഒരു സാധനങ്ങൾ ആളുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നത്. ഇദ്ദേഹത്തിന്റെ റീൽസിനൊക്കെ ഭയങ്കര റീച്ചാണ്. അങ്ങനെ നാട്ടില് പല ഓൺലൈൻ മീഡിയാസും ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് എടുത്തു. അതൊരു ഇന്റർവ്യൂവിനകത്തൊക്കെ വന്നിരുന്നിട്ട് ഇയാൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. 28ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് ഞാൻ റിട്ടയർ ആയി എന്നുള്ള തരത്തിലൊക്കെയുള്ള പ്രസ്താവനകൾ അടിച്ചിറക്കുന്നുണ്ട്. തള്ളാണ്. കേൾക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. തള്ളാണ്, തള്ളിവിടുന്ന പരിപാടിയാണ്. പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള പരിപാടിയൊക്കെയാണ് ഇദ്ദേഹം ഈ ഒരു തള്ളിനകത്തൂടെ കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പിള്ളേർ ഇതങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. UK പട്ടി 3-4 കാർ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവൻ പറയുന്ന ഉള്ളതാണ് എന്ന് എല്ലാവരും വിശ്വസിക്കും. മേ ബി ഉള്ളതാവാം, ഇല്ലാത്തതാവാം, വാട്ട് എവർ, എന്തെങ്കിലും ആവട്ടെ. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വേറെ ആളെ കൂടെ പറ്റി പറയണം. OG സുനിൽ. അൻവിന്റെ ഇപ്പോഴത്തെ കുറെ റീൽസിൽ OG സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. പൊക്കി നോക്കി തുടങ്ങി. അങ്ങനെ ആ വഴി നടന്നപ്പോഴാണ് എന്റെ ഫ്രണ്ട് OG എനിക്ക് റെക്കമെൻഡ് ചെയ്തത് യോട്ട്. അതായത് വെറുതെ നടക്കേണ്ട, ബിൽഡിങ്ങുകൾക്കിടയിലൂടെ ഒരു യാത്രയാവാന്ന്. ഞങ്ങൾ നടക്കുന്ന ഒരു യോട്ട് ഹയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയായി. അപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നടന്ന വെച്ചാൽ അത്യാവശ്യം പ്രായമുള്ള ആ മനുഷ്യനെയാണ് OG സുനിൽ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹവും അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം എങ്ങനെയാണ് ഫേമസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള് വിത്ത് ഗേൾസിന്റെ കൂടെ ഒക്കെ വെള്ളം അടിക്കുന്ന റീൽസ് ആണ് ഇദ്ദേഹത്തിന്റെ കൂടുതലും വൈറലാവുന്നത്. ഇയാൾക്ക് 2 റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറന്റിന്റെ പേര് തെക്കിനി ആൻഡ് തറവാട്. റെസ്റ്റോറന്റ് വിത്ത് ബാറാണ്. വേറെയും ബിസിനസ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് ഈ 2 റെസ്റ്റോറൻറ്റ്സിന്റെ കാര്യമാണ് കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ പറയുന്നത്. അതുകൊണ്ട് ഈ 2 കാര്യത്തെ പറ്റി എനിക്ക് ധാരണയുള്ളൂ. ബാക്കി ഇയാളുടെ പരിപാടികൾ എന്താണെന്ന് അധികം എനിക്ക് അറിയത്തില്ല. അപ്പം ഇദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അപ്പോൾ OG സുനിലിനെ മറക്കണ്ട. വേണമെങ്കിൽ ഓർത്തിരിക്കാൻ ഒരു വീഡിയോയും കൂടെ വെക്കാം, അണ്ണന്റെ ലെവൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങള് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ് കോക്ടെയിൽ താലി. ഒറ്റ ദിവസത്തേക്ക് തിരുവോണത്തിന്റെ അന്ന് ഇവിടെ കോക്ടെയിൽ താലി ഉണ്ട്. അതിനകത്ത് നമ്മള് പൈസ നോക്കിയിട്ടല്ല ചെയ്തേക്കുന്നത്. ഒരു 3 കോക്ടെയിലും നല്ലൊരു സദ്യയും എല്ലാം കൂടി കൂട്ടി വെറും 1000 റുപ്പീസ് മഹാബലിക്ക് വേണ്ടിയിട്ട് നമ്മള് ഒരു താലി സെറ്റ് ചെയ്യണം. ആഡിയോ സമീപം എല്ലാം വാ. ഈ കോക്ടെയിൽ എന്ന് പറയുന്നത് 3 അതാരാന്ന് മനസ്സിലായ
ആളാരാന്ന് പിടികിട്ടിയല്ലോ, അദ്ദേഹം തന്നെ, ഷൈൻ ടോം ചാക്കോ തന്നെ. അപ്പൊ വളരെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ടാണ് അണ്ണന്റെ പരിപാടി. ഇപ്പൊ ഷൈൻ ടോം ചാക്കോയ്ക്ക് അവിടെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നന്നായെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ കാണുമ്പോ പിന്നെയും തോന്നുന്നു ഇദ്ദേഹം നന്നായിട്ടില്ല എന്ന്. പഴയ പടുതി ആയോ എന്തോ. അപ്പോ ഓജി അണ്ണൻ മനസ്സിലായില്ല. ഓജി അണ്ണൻ എപ്പോ വീഡിയോ ഇട്ടാലും ഓജി അണ്ണന്റെ കൂടെ 5-6 പെണ്ണുങ്ങൾ കാണും. ഇതാണ് അണ്ണന്റെ ഒരു സ്റ്റൈൽ. അപ്പോ ഓജി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അൻവിനെ പറ്റി പറയാം. ഇത്രയും കാര്യങ്ങൾ ഇൻട്രോ ആയിരുന്നു. ഇവരാരാണെന്ന് മനസ്സിലാക്കാനുള്ള ഇൻട്രോ ആയിട്ട് കൂട്ടിയാൽ മതി. ഇനി അൻവിൻ എങ്ങനെ എയറിൽ പോയി, അല്ലെങ്കിൽ അൻവിൻ എങ്ങനെ എക്സ്പോസ്ഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുള്ളിയുണ്ട്, ഡോക്ടർ ഡ്രേക്ക് എന്നാണ് ഇദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം നാമം. റിയൽ നെയിം എന്റെ പേര് തന്നെയാണ്, അനന്തു. പുള്ളിയുടെ ഫുൾ നെയിം അനന്തു സുൽജിത്ത് എന്നാണ്. ഓക്കെ. അപ്പം ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്റെ കാസറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഓരോരുത്തരെ എക്സ്പോസ് ചെയ്യുന്ന പരിപാടിയാണ് കൂടുതലും പുള്ളിയുടെ വീഡിയോസിനകത്തൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ അനന്തു സുൽജിത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറക്കി. ഈ അൻവിനെ പറ്റിയാണ് വീഡിയോ ഇറക്കിയത്. ഏതാണ്ട് 1.5 ദിവസം കൊണ്ട് 8 മില്യൺ ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ടത്. ഇപ്പൊ അത് 9 മില്യൺ ആയിട്ടുണ്ടാവും. റെന്റഡ് റിച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ഇവന്റെ ഈ ആഡംബരം കാണിക്കുന്ന ഈ ലൈഫ് മൊത്തം ഇവൻ റെന്റിന് എടുത്തതാണ് എന്നുള്ള തരത്തില് ആണ് ആ ഒരു ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. സോ അനന്തു സുൽജിത്തിന്റെ ആ ഒരു വീഡിയോ ഞാനൊന്ന് വെക്കാവേ. മീറ്റ് അൻവിൻ ജോസ്. UK-ല് ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത്. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023-ൽ റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ. ഇയാള് അൻവിൻ പറഞ്ഞിരുന്നത് പുള്ളി സിംഗിൾ ആണ്, പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അനന്തു ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവൻ കെട്ടിയിട്ടുണ്ട്, നമ്മളെ കള്ളം പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ്. മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷേ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK-ൽ നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK-ൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2-ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11-ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? ബ്രോ കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്. എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിലെണ്ണാനൊക്കെ പറ്റും. 21 വണ്ടി. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW-യും പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും ആ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ തന്ന പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതുമല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK-ൽ? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017-ൽ അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. That starts with his auto spa business in UK and the trading platforms that he's going to launch in India. So, അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. See you in part 2. സോ ഇതാണ് അനന്തു അൻവിനെതിരെ ഇട്ട ആദ്യത്തെ വീഡിയോ. 2 വീഡിയോയും കൂടി ഇനി വരാനുണ്ട്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നും അൻവിനെ എക്സ്പോസ് ചെയ്തിട്ടില്ല. ഒന്ന്, ഇദ്ദേഹം സിംഗിൾ അല്ല, മാരീഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 2, കെയർ ഹോം ബിസിനസിനെ പറ്റി പറയുന്നുണ്ട്. 3, 21 കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം, അതിനെ പറ്റിയും പറയുന്നുണ്ട്. പുള്ളിയുടെ വീഡിയോസ് കുറേ ഞാൻ കണ്ടു. 21 കാറൊന്നും പുള്ളിയുടെ വീഡിയോയിലകത്ത് കാണാൻ പറ്റിയിട്ടില്ല. ഒരു 3-4 കാർ കാണാൻ പറ്റിയിട്ടുണ്ട്. മേ ബി തള്ളിയതാവാം. അത് കഴിഞ്ഞിട്ട് ഫാം ഹൗസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതും റെന്റഡ്. സോ എന്നിട്ട് പറയുന്നത് ഇതൊരു ട്രെയിലർ വീഡിയോ ആണ്, ഇനി 2 പാർട്ടിലൂടെ വരാനുണ്ട്. അതിനകത്താണ് ഇവനെ എക്സ്പോസ് ചെയ്യുന്നത്.
എക്സ്പോസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ UK ഒരു ഓട്ടോ സ്പാ ബിസിനസ് നടത്തുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അൻവിൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോ ഞാൻ അവിടെ വെക്കാം. ഞാൻ കണ്ടില്ല ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് പൈസയാണ്. ഈ പൈസ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത റെസ്പെക്റ്റോ തീരാത്ത പ്രശ്നങ്ങളോ ഈ ലോകത്തില്ല. ഇത് ഉണ്ടാക്കാൻ ഒരു 10,000 വഴി നമുക്ക് ചുറ്റുമുണ്ട് എന്നും പറഞ്ഞ് 15,000 രൂപ മുടക്കി കഴിഞ്ഞാൽ ട്രേഡിങ്ങിന്റെ സാമാനം മേലോട്ട് പോകുക താഴോട്ട് വരുമോ അല്ലെങ്കിൽ കൂട്ടത്തിൽ ആൾക്കാരെ ചേർത്ത് കൊണ്ട് അതൊന്നും പറയാനല്ല ഞാൻ അവിടെ വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഇത്രയും കാലം കൊണ്ട് ഞാൻ നേടിയെടുത്ത എന്റെ അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നേക്കുന്നത്. എന്റെ ട്രേഡിംഗ് ടീം, സെയിൽസ് സ്ട്രാറ്റജിസ്റ്റ്, ബിസിനസ് റിസർച്ച് ടീം, ഇതുപോലെ കഴിവുള്ള ഒരുപാട് പേരെ കൂട്ടി ഞാൻ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ് ദ സൈലന്റ് ഇക്വിറ്റി. ആ കമ്മ്യൂണിറ്റിയുടെ ഡിസ്കൗണ്ട് ലിങ്ക് ഞാൻ എന്റെ ബയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൽ വന്ന് ജോയിൻ ചെയ്യേ. ഐ വിൽ ടീച്ച് യു ഹൗ ടു ഡെവലപ്പ് എ സ്കിൽ. ആൻഡ് ഐ ഷുഡ് സേ നോളജ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ ടു മേക്ക് മണി. സോ ഇതാണ് ഇവന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റി ഇവനിട്ട വീഡിയോ. ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സ്കാം ആണ് എന്നും പറഞ്ഞിട്ടാണ് അനന്തു ഇനി അടുത്ത വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു വീഡിയോ വെച്ചിട്ട് പുള്ളി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരെങ്കിലും പറ്റിച്ചു എന്ന് ഈ ഒരു വീഡിയോയിൽ എവിടെയും പറയുന്നില്ല. ഇനി വരുന്ന വീഡിയോയിൽ മേ ബി പറയുമായിരിക്കും. ആ കൂടി ഈ വീഡിയോയിലുള്ളത് ഇവന്റെ കുറെ തള്ളുകൾ, 21 കാറ്, പിന്നെ സിഗ്മ ലൈഫ്, പിന്നെ റെന്റഡ് വീട്, ഇതൊക്കെ ഇവൻ തള്ളിയതാണ്. ഈ തള്ളുകൾ കൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഉപദ്രവമൊന്നുമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഒരു തള്ളായിട്ട് കണ്ട് കളയാം. അവൻ എന്തെല്ലാം കാട്ടിക്കൂട്ടട്ടെ, കോണ്ടന്റ് ആണ്. റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ. ഈ റീലിനകത്ത് കടന്ന് ചരയ്ക്കുന്നവന്മാരുടെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു മാങ്ങാണ്ടിയും കാണത്തില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമ്മളിങ്ങനെ കണ്ട് ഇട്ടേക്ക്, അത്രേ ഉള്ളൂ. ഇനി നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇവൻ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഇട്ട് കൊടുക്കണം, മനസ്സിലായ? സോ എന്താണെങ്കിലും ഈ ഒരു അനന്തുവിന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇതിനകത്ത് ഇവനെ പറ്റിയ ഒരു ഒപ്പീനിയൻ പറയാൻ നിൽക്കുന്നില്ല. ബാക്കി 2 വീഡിയോയുടെ വരുമല്ലോ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്താണെങ്കിലും ഈ ഒരു വീഡിയോയെ, അനന്തുവിന്റെ ഈ ഒരു എക്സ്പോസിങ് വീഡിയോയെ ഊക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഇവൻ സർക്കാസ്റ്റിക് ആയിട്ട് ലേറ്റസ്റ്റ് ഒരു ഇവന്റെ ഒരു ഡെയിലി വ്ലോഗ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊന്ന് വെക്കാവേ. രാവിലെ ലിയോനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക. കഴിഞ്ഞ ആഴ്ചയായിരുന്നു റോളക്സിന്റെ ബർത്ത്ഡേ. കയ്യിലാണ് 5 പൈസയില്ല. അവന്മാരെ വീട്ടിലെടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാ. ഈ കിടക്കുന്ന വണ്ടികളൊന്നും ഓടത്തില്ല. എന്റെ സെക്കൻഡ് ഹാൻഡ് BMW എടുത്ത് ഞാൻ ഒരു സ്ഥലം വരെ പോവാ. ഇന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിക്കാൻ പൈസ ഇല്ല. ഇച്ചിരി പൈസക്ക് എണ്ണ അടിച്ച് തിരിച്ചു അടുത്ത റൗണ്ട്. ഇച്ചിരി ദൂരം ട്രാവൽ ചെയ്തിട്ട് ഞാൻ ലെസ്റ്റർ വരെ നിർത്തി. ഇതെന്റെ സുഹൃത്ത് റോബിൻ ചേട്ടന്റെ കടയാ. അവിടെ കണ്ടവാനം വണ്ടി എടുപ്പുണ്ടെങ്കിലും അതൊന്നും വാങ്ങാനുള്ള പൈസ എന്റെ ഇല്ല. റോളക്സിന് ട്രാവൽ ചെയ്യാനാണ് വലിയ വണ്ടി തന്നെ വേണം താനും. അവിടെ കിടന്നൊരു ലാൻഡ് റോവർ റോബിൻ ചേട്ടനോട് കടവും പറഞ്ഞ് ഞാൻ ഇറക്കി. അധികം സമയം കളയാണ്ട് അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന KFC വരെ ഒന്ന് കയറി. അവന്മാർ ഫുഡ് ഓടുന്ന സമയത്ത് ഞാൻ പൈസ റോൾ ചെയ്യുക. എന്തായാലും ഫുഡും കഴിച്ച് അധികം സമയം കളയാവുന്നില്ല. നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇതിനകത്ത് സെക്കൻഡ് ഹാൻഡ് BMW, പൈസ റോളിങ്, പൈസ ഇല്ല, ദാരിദ്ര്യം പറച്ചിലാണ്. നേരത്തെ ഇട്ട വീഡിയോയെ സർക്കാസ്റ്റിക് ആയിട്ട് കളിയാക്കുന്ന പോലുള്ള ഒരു വ്ളോഗാണ് പുള്ളി ഇറക്കിയത്. ഇനി ഇവന്റെ ഈ ഒരു ഇഷ്യൂലേക്ക് ഈഗിൾ ഗെയിമിംഗ് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 2 കാര്യത്തിലൂടെയാണ് ഈഗിൾ ഗെയിം ഇതുമായിട്ട് കണക്ട് ആവുന്നത്. ഒന്ന്, ഈഗിളിന് ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, കൊണ ദ പോഡ്കാസ്റ്റ്. ഇവനെ വെച്ച് ഈഗിള് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. റോ മാത്രമേ പറയുന്നുള്ളൂ. അതെ. ഞാൻ അൻവിൻ. ഞാൻ ഇവിടെ വന്നതേ ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് പ്ലാൻ സംസാരിക്കാനാണ്. അതിനിടയിൽ എന്നെ ഇവിടെ പിടിച്ചിരുത്തി. ചില പേര് കണ്ണാ ഗുണം തന്നെ. അതൊക്കെ അങ്ങനത്തെ പേരൊക്കെ നിനക്ക് മാത്രമേ ഉള്ളൂ, മനസ്സിലായ? എനിക്ക് അങ്ങനെ ചില പേരില്ല. എടാ ഒരു കല്ലെടുത്ത് മേലോട്ടെറിഞ്ഞ് തല വീഴുന്ന കണ്ണന്റെ ആയിരിക്കും കണ്ണൻ ട്രിഗർ ആവരുത് കേട്ടോ. സോ ഈ ഒരു പോഡ്കാസ്റ്റ്, ഈ പോഡ്കാസ്റ്റിനകത്ത് ഇവൻ പറയുന്നുണ്ട് ഇവർ തമ്മിലൊരു ബിസിനസ് പ്ലാൻ സംസാരിക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. സോ എന്താണ് ആ ബിസിനസ് പ്ലാൻ എന്ന് ഈഗിള് തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അൻവിൻ എന്റെ ടീഷർട്ട് കമ്പനിയിലെ ഒരു ഇൻവെസ്റ്റർ ആണ്, മനസ്സിലായോ? പുള്ളിയുടെ പേഴ്സണൽ കാര്യവും പുള്ളിയുടെ അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം, എനിക്ക് കാണേണ്ട ആവശ്യം. സോ ഈഗിള് ഒരു ടീഷർട്ട് കമ്പനി തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു ഇൻവെസ്റ്റർ ആണ് അൻവിൻ. സോ ആ ഒരു കണക്ഷൻ ആണ് ഇവർ തമ്മിലുള്ളത്. ഒന്ന്, ഇവനെ വെച്ചൊരു പോഡ്കാസ്റ്റ് നടത്തി. 2, ബിസിനസ് പാർട്ട്ണർ. അപ്പൊ ഈ അൻവിനെ എക്സ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ വീഡിയോ വൈറലായ സമയത്ത് ഇവൻ ആളുകളെ പറ്റിച്ചു, ഇവനൊരു സ്കാമർ ആണ് എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു വീഡിയോയുടെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവനൊരു സ്കാമർ ആണെങ്കിൽ ഇവന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ പോകുന്ന ഈഗിളും ഇതിന്റെ ഒരു പാർട്ടാണ് എന്നുള്ള ഒരു സ്റ്റോറി വന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറ്റിച്ച പൈസ മേടിച്ച് ഈഗിള് നക്കി എന്നുള്ള തരത്തിലൊരു സാധനം ഇറങ്ങി. ഈഗിളിന് കട്ട നെഗറ്റീവായി, കമന്റ്സ് ആയി, മെസ്സേജസ് ആയി. ഈഗിളിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. അതോടൊപ്പം തന്നെ ഈ അൻവിനെ എക്സ്പോസ് ചെയ്ത ദ ഡ്രേക്ക് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഈഗിളിന്റെ കുറെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ബ്ലർ ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എന്താ ഈഗിൾ ഗെയിമിംഗ് ഇതൊക്കെ എന്ന് പറഞ്ഞ് അയാളെ ടാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റോറി
സ്റ്റോറിയും അനന്തു സുൽജിത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ സൂം ചെയ്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആരെയോ ഈഗിള് പച്ച തെറി വിളിക്കുന്ന സ്ക്രീൻഷോട്ടാണ്, നല്ല പുഴുത്ത തെറി വിളിക്കുന്ന സ്ക്രീൻഷോട്ടാണ്. ഈ സ്റ്റോറിയും കൂടെ ആളുകൾ കണ്ടപ്പോഴത്തേക്ക് ഇത് മിസ്ലീഡ് ആവും. ഈഗിൾ ഇവനെ വിളിച്ചു എന്നുള്ള തരത്തിലോട്ടൊക്കെ ചിലപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഈഗിൾ ഈ ഒരു വീഡിയോ ഇട്ട് ഈഗിൾ നെഗറ്റീവ് ആയപ്പോഴത്തേക്ക് ഈഗിൾ ഇവന്റെ ഇൻബോക്സിൽ പോയിട്ട് വിളിച്ചു എന്നുള്ള തരത്തിലാണ് എനിക്കത് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. സോ എന്താണെങ്കിലും ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഈഗിൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ലൈവിനകത്ത്. പുള്ളിക്കാരന്റെ ലൈവിൽ ഓരോ കാര്യത്തെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇവനെ പോഡ്കാസ്റ്റിന് വിളിച്ചു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഈ പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരാള് നോർമലി നമ്മൾ എന്താ നോർമലി ചെയ്യുന്നത്, സെൻസേഷൻ ആയിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരും. സോ ഇതിലേക്ക് അങ്ങനെ വന്ന ഒരു ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അൻവിനെ വിളിക്കുന്ന സമയത്താണ് ഇത്. ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് 2 മാസം ആയതേ ഉള്ളൂ. 2 മാസം ആയിട്ടുള്ളൂ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട്. ആരെയോ തെറി വിളിച്ചതൊക്കെ കേൾപ്പിക്കാതെ കുപ്പിക്കകത്ത് കയറുന്ന വെടി വെക്കാതെ എല്ലാം ഞാൻ കേൾപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ മൊത്തം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് ആരെയോ തെറി ഒരാൾ ചുമ്മാ ഒരാളെ തെറി വിളിക്കൂ, അവന്റെ മെസ്സേജ് മാത്രം ബ്ലറാ, എന്റെ മെസ്സേജ് മാത്രം വിസിബിൾ, കാണിച്ചു തരല്ല, വെയിറ്റ് ചെയ്യും. അപ്പോ അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റിൽ അന്വൻ വരുന്നതും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും. ഈ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ കോൺവെർസേഷനിൽ ഒബ്വിയസ്ലി എൻ്റെ ഒരു മനസ്സിലുള്ള പ്രൊഫൈൽ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള പ്രൊഫൈൽ, അതായത് അൻവിന്റെ ലിവിങ് സ്റ്റൈല്, അൻവിന്റെ ഡോഗ്സ്, അൻവിന്റെ കാർസ് എല്ലാം കണ്ടതുപോലെ ഞാനും കണ്ട ഒരാളാണ്. ഞാൻ പുള്ളി അതുവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിയെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോഡ്കാസ്റ്റിന് പുള്ളി എൻ്റെ വീട്ടിൽ വരുന്നത്. ആദ്യമായിട്ടാണ്. ഓക്കെ, സോ ഈ അൻവിൻ എന്ന് പറയുന്നത് അത്യാവശ്യം റീച്ചുള്ള, അത്യാവശ്യം കത്തി നിൽക്കുന്ന ഒരുത്തനാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പൊ ഇവനെ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഇന്റർവ്യൂസിന് വിളിച്ചിട്ടുണ്ട്. അതാണ്ട് വെറൈറ്റി മീഡിയ വിളിച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ ഇന്റർവ്യൂ വിളിച്ചേക്കുന്നതാണ്. സൈന സൗത്ത് പ്ലസ്, അവരുടെ ഇന്റർവ്യൂവിന് 1.7 മില്യൺ വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം വ്യൂവർഷിപ്പും ഉണ്ട് ഇവന്റെ ഈ ഒരു കാര്യത്തിന്. സോ ഇവനെ കിട്ടിയപ്പോൾ അവനെ വെച്ച് പുള്ളി ഒരു പോഡ്കാസ്റ്റ് എടുത്തു. അത്രേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റെന്താണുള്ളത്? ഇനി കുറച്ച് കാര്യങ്ങളുടെ പുള്ളി പറയുന്നുണ്ട്, അതോടെ കേക്ക്. ഇത് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്തിട്ടുള്ള ആളുടെ 11 നവംബർ, ഇപ്പൊ എത്ര കറക്റ്റ് 1 മാസമായി കാണത്തില്ല, ഒരു മാസം ആയില്ല, ഒരു 25 ദിവസം മുമ്പ് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്ത പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ്. മറ്റേ നേരത്തെ ഡ്രേക്ക് എന്ന് പറഞ്ഞില്ലയോ, അനന്തു സുൽജിത്ത്, അവന്റെ മെസ്സേജ് ആണ്. ദിലിൻ ബ്രോ നമസ്കാരം. നമ്മളൊരു പോഡ്കാസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. നമ്മളൊരു വീക്കിൽ തന്നെ ഏകദേശം ഫുള്ള് ഫ്ലജിൽ തന്നെ തുടങ്ങാനുള്ള ഒരു പ്ലാനാണ്. അപ്പൊ ഒരു ഗസ്റ്റായിട്ട് എനിക്കൊരു ദിവസം ഒരു 10, 15, 20, 30 ചോദ്യം ഓൾറെഡി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു തരാം. നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് പറയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ്. ഞാനിത് പുള്ളിയെ കളിയാക്കാൻ വേണ്ടിയല്ല കാണിക്കുന്നത്. ഞാൻ ഇത് കാണിച്ചു. അപ്പൊ ഞാൻ എന്താ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു നോക്ക്. ഓക്കെ, സെറ്റ് എനിക്ക് അയച്ചാൽ മതി. താങ്ക് യു സോ മച്ച് ബ്രോ. ഷൂട്ട് കൊച്ചിയിലായിരിക്കുമല്ലേ, മീൻസ് എലോട്ട്. പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ് ഇത്. ഞാൻ ഇത് കളിയാക്കാൻ വേണ്ടില്ല. എന്തുകൊണ്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു പോഡ്കാസ്റ്റിൽ വരാൻ? എന്തുകൊണ്ട് മെസ്സേജ് അയച്ചു എന്ന് ചോദിച്ചാൽ, ഈ പറയണത് പോലെ ഒരു സ്ട്രീമർ എന്നുള്ള രീതിയിൽ ഒരു റെക്കഗ്നൈസേഷൻ എനിക്ക് ഉള്ളതുകൊണ്ട് പുള്ളി അതിനകത്ത് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. എനിക്കും സെയിം ബ്രോയുടെ അടുത്ത് ഇത് തിരിച്ചും എല്ലായിടത്തും ഇതേ പറയാനുള്ളൂ. ഇത് കണ്ട സൈന സൗത്ത് പ്ലസ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനൽ ചെയ്ത് ഫെയിം ആക്കി വെച്ചിരുന്ന ഒരു ക്രിയേറ്ററിനെ ഞാൻ എന്റെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ പോഡ്കാസ്റ്റ് കൊണ്ടുവന്നതിൽ എന്താ തെറ്റ്? അപ്പൊ പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഇതും എക്സാക്ട് സെയിമാ. ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ ഫെയിമും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് പുള്ളി ഇതിനകത്തോട്ട് ഇൻവൈറ്റ് വിളിച്ചത്. സിമ്പിൾ, അത്രേ ഉള്ളൂ. പുള്ളി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അത്യാവശ്യം കത്തി നിൽക്കുന്ന ഒരുത്തനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തു. ഇപ്പൊ ഈ വെറൈറ്റി മീഡിയ ഒക്കെ ചെയ്യുന്ന ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കണ്ണി കണ്ട എല്ലാ നാറുകളെയും വിളിച്ചു വരുത്തി ഇവർ ഇന്റർവ്യൂ ചെയ്യും. അതിന്റെ റീസൺ എന്താണ്? ഈ ടീംസ് ഏതെങ്കിലുമൊക്കെ തൊട്ടിത്തരം കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ണന്തിരിവ് കാണിച്ചിട്ട് ഫേമസ് ആവുന്നവന്മാരായിരിക്കും. എന്തിനും ഒരു റീല് വൈറലായാൽ മതി, അവരെല്ലാം കൂടെ വിളിച്ച് കൂട്ടിയിരുത്തി ഇന്റർവ്യൂ ചെയ്യും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരാണ്, ഇവരെന്താണ്, ഇവരെങ്ങനെയാണ് വൈറലായത് എന്നറിയാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ആ ഒരു മൊമെന്റിൽ ഒരു ത്വര ഉണ്ടാവും. അത് അവരൊരു വ്യൂവർഷിപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത്രയും കാര്യം ഇവിടെയും ചെയ്യുന്നുള്ളൂ. ഈ അൻവിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഫെയിം നിൽക്കുന്ന ഒരുത്തനാണ്. അവന്റെ കോണ്ടന്റ് എല്ലാം അത്യാവശ്യം ഒരു വ്യൂവർഷിപ്പും ഉണ്ട്. അവനെ വിളിച്ചിരുത്തി ഒരു പോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവന്റെ ചാനലിന് ഗുണമാണ്. ഈകളെ സംബന്ധിച്ച് അതൊരു കോണ്ടന്റ് ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവന് വലിയൊരു സ്കാമറാണ്, ഇവൻ കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനുമാണ്, ഇവൻ മറ്റേ കടത്താണ് എന്നൊക്കെ അറിഞ്ഞു വെച്ചോണ്ടാണോ ആരെങ്കിലും വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്യുവോടെ? നിങ്ങൾ തന്നെ പറ. ഇനി ഈ അൻവിൻ എന്ന് പറയുന്നവൻ ഈഗിൾ ഗെയിമിങ്ങിന്റെ ബിസിനസ് പാർട്ട്ണർ എങ്ങനായി എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷനൂടെ പുള്ളി പറയുന്നുണ്ട്. അതുകൂടെ വെക്കാം. നിങ്ങൾക്ക് എന്റെ റെഗുലർ ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും. ഞാൻ എന്തായാലും പക്ഷെ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് 100 എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, എന്റെ കമ്പനി ഞാൻ ഓൾറെഡി ഫോം ചെയ്തതിന് ബ്രാൻഡിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ അങ്ങേ ലൈവിൽ
എനിക്ക് അതിൽ ട്രേഡ് മാർക്ക് കിട്ടിയില്ല. ഞാൻ എല്ലാം തുടങ്ങി, എല്ലാം നല്ല രീതിയിൽ തുടങ്ങി, വെബ്സൈറ്റ് എല്ലാം പണിത് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ട്രേഡ് മാർക്ക് റിജക്റ്റ് ആയി. ട്രേഡ് മാർക്ക് റിജക്റ്റ് ആയപ്പം എനിക്ക് എല്ലാം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഗതികേട് വന്നു. സോ അൺടിൽ നൗ എന്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അൻവിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നക്കി പണത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കത്തില്ല. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു, ആർക്ക് വേണമെങ്കിലും വന്ന് വെരിഫൈ ചെയ്യാം. എന്റെ അക്കൗണ്ടിലോ എന്റെ പേര്, എന്റെ പാൻ കാർഡ് നമ്പറിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോ, അല്ലെ എന്റെ അക്കൗണ്ടിലോ എന്റെ റിലേറ്റീവ്സിന്റെ അക്കൗണ്ടിലോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അൻവിന്റെ സൈഡിൽ നിന്ന് ₹1 എന്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ഡിലീറ്റ് ആക്കി ഞാൻ ഇറങ്ങി പോയിടുന്നു. പബ്ലിക്കായിട്ട് ഞാൻ പറയാണ്, കോണ്ടന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം എറണാകുളത്ത് വരെ എൻ്റെ വെരിഫൈഡ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ മൊത്തം ഞാൻ പറയാണ്, എൻ്റെ ഞാൻ തുടങ്ങാൻ പോയ കമ്പനിയുടെ അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ അത് ഞാൻ പബ്ലിക്കലി കാണിക്കാം. അതുകൂടെ കാണിച്ചു തുടങ്ങാം. വെറുതെ എനിക്ക് വായ്ത്താളം പറയുവാണെന്ന് ആൾക്കാർക്ക് ഒരു തോന്നൽ വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതെന്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഇത് നടത്തിയിരിക്കുന്നത് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോണത് ആക്ച്വലി ഇവിടെ ഉള്ളൊരു ഇതാണ്, AACT & Co ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഇതിന്റെ അടിയിൽ അവരുടെ നമ്പർ ഉണ്ട്. നിങ്ങൾ ഈ കോണ്ടന്റ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും വിളിച്ച് വെരിഫൈ ചെയ്യാം. ഇതിന്റെ ഡേറ്റിംഗ് നിങ്ങളൊന്ന് നോക്കണം. 29/11/2025 എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഡേറ്റ് ആണ് ഇത്. 29/11/2025 ഇതിലാണ് എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ഞാൻ എന്റെ ഫസ്റ്റ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ കണ്ടോ, അപ്ലൈ ഫോർ ദ നെയിം അപ്രൂവൽ ഓൾറെഡി ഒബ്റ്റൈൻഡ്. ഇത് മാത്രമാണ് എന്റെ കമ്പനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയത്. ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഈഗിൾ ഗെയിമിംഗ് ഇവിടെ പറയുന്നത് പുള്ളിയുടെ കമ്പനി ഇതൊരു രജിസ്റ്റേർഡ് പോലും ആയിട്ടില്ല. സോ ഈ രജിസ്റ്റേർഡ് പോലും ആകാത്ത ഈ കമ്പനിയിലോട്ട് അൻവിൻ എങ്ങനെ ഫണ്ട് ഇടാനാണ്, അല്ലെങ്കിൽ അൻവിന്റെ കയ്യിൽ എങ്ങനെ ഫണ്ട് മേടിക്കാനാണ്? എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പുള്ളി സ്കാം ചെയ്ത് ഉണ്ടാക്കിയ പൈസ ഈഗിൾ ഗെയിമിംഗ് മേടിച്ച് അവന്റെ കമ്പനിയിൽ ഇട്ടു എന്നുള്ള ഒരു നറേഷൻ ആണല്ലോ ഇപ്പൊ വന്നത്. സോ അപ്പം പൈസ വാങ്ങി എന്നുള്ള ആ ഒരു വാദം എന്താണെങ്കിലും ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളി തന്നെ വെല്ലുവിളിക്കുകയാണ്, ഈ പറഞ്ഞവന്മാരൊക്കെ പൈസ മേടിച്ചു എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് പുള്ളി പോകുമെന്ന്. സി ഇത് വേറൊന്നുമല്ല, ഒരുത്തൻ രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരുത്തൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അവന്റെ മുകളിൽ കയറി നിന്ന് ചവിട്ടി താക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ആളുകൾക്കുള്ളതാണ്. അവരുടെയൊക്കെ നാശം കാണാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അങ്ങനെയുള്ള സാധനങ്ങൾക്ക്. ഒരുത്തൻ തകർന്നു കാണാൻ വേണ്ടിയിട്ട് എന്തൊരു പ്രോത്സാഹനമാണെന്ന്. ഇപ്പൊ ഈ അൻവിന്റെ കേസ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. അവനിപ്പോ ഈ ഒരു അനന്തു സുൽജിത്ത് ചെയ്തൊരു വീഡിയോയുടെ പുറത്ത് അവനെ ഏറിപ്പോകേണ്ട യാതൊരു ആവശ്യവും. കാര്യം അതിനകത്ത് ആ ഒരു വീഡിയോയ്ക്കകത്ത് അവൻ എക്സ്പോസ്ഡ് ആയിട്ടില്ല, എന്നിട്ടും അവൻ ഏറിപ്പോയി. എന്തുകൊണ്ടാണ്? ആളുകളുടെ ഈ ഒരു മെന്റാലിറ്റി കാരണമാണ്. അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ആ വീഡിയോയ്ക്കകത്ത് എവിടെയും പറയുന്നില്ല. അവൻ കുറച്ച് തള്ളിയിട്ടുണ്ട്. ആ തള്ളിന്റെ ഒക്കെ പുറത്ത് വേണമെങ്കിൽ ഒരു കോമഡി രീതിയിൽ വേണേ ഏറിപ്പോവാം. പക്ഷെ ഇത് അങ്ങനല്ല. ഇവനെ വലിയൊരു സ്കാമറായിട്ട് മുദ്ര കുത്തിയിട്ടാണ് ഏറിപ്പോയേക്കുന്നത്. പിന്നെ ബാക്കി 2 വീഡിയോ ഇട്ടതിന് ശേഷം അവൻ എന്താണ് ചെയ്തത്, അവൻ എന്ത് തൊട്ടിത്തരമാണ് ചെയ്തതെന്ന് ഈ അനന്തു സുൽജിത്ത് എന്ന് പറയുന്ന പുള്ളി പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവനെ എയറിലോ ബഹിരാകാശത്തോ കൂടെ പറഞ്ഞു വിട്. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ന്യായം ഉണ്ടെന്ന് പറയാം. ഇതൊന്നും സംഭവിച്ചിട്ടില്ല, എന്നിട്ടും അതിനു മുമ്പ് ഇവനെ ഏറി കയറ്റി അവര് പറന്ന് നടക്കുകയാണ്. ഈ തമ്മിലൊക്കെ നിങ്ങൾ കണ്ടോ? അൻവിൻ നാട്ടുകാരെ പറ്റിച്ച് പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു. അവനായിരുന്നു എന്റെ CA. ഇവന്റെ CA ആയിരുന്നു. ഇതിനകത്ത് വരുന്ന അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അക്കൗണ്ടിൽ ഇട്ടെന്ന്. എന്റെ അക്കൗണ്ടിൽ പൈസ വന്നു. ഞാൻ പറയാണ്, എന്റെ പേരിലുള്ള മൊത്തം ബാങ്ക് അക്കൗണ്ട്സും നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. ഈവൻ ഇറ്റ്സ് ആൻ ഇൻകം ടാക്സ്, ഈവൻ ഇറ്റ്സ് എ പോലീസ്, എന്തോ ഈ തമ്മില് നല്ല പരിചയമുള്ള തമ്മിലടി ഈ സാധനം. യൂഷ്വൽ സൈക്കോന്റെ തമ്മിൽ പോലെ ഇരിക്കുന്നല്ലോടാ അവനെ. നിന്റെ ആണോടാ ഇത്? ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനകത്ത് എന്റെ പേര് ഞാൻ പൈസ വാങ്ങിച്ച് നക്കി, ഞാൻ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടവന്മാരുടെ എല്ലാ ക്രിയേറ്റേഴ്സിന്റെ അടക്കം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതില് വീഡിയോ ഇട്ട ആൾക്കാരടക്കം എന്റെ ഫോട്ടോ, എന്റെ ഫേസ് പബ്ലിക്കലി പോസ്റ്റ് ചെയ്ത് ഡിഫെയിം ചെയ്ത ആരൊക്കെ ഇതിനകത്തുണ്ടോ അവർക്കെതിരെ നാളെ ഞാൻ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്യും. കാരണം എനിക്ക് ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയിക്കണം. ഞാൻ ആ ഡിഫമേഷൻ കേസ് നാളെ എന്റെ വക്കീലിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ആ ഡിഫമേഷൻ കേസ് നാളെ കേസ് ഫയൽ ചെയ്യുവാണ്. സോ എനിക്ക് ഇവരെ കൊണ്ടുവന്നേക്കുന്ന അലിഗേഷൻ, ഇപ്പൊ എന്റെ പേരിലുള്ള അലിഗേഷൻ ഇതിനകത്ത് എന്റെ ഇൻവോൾവ്മെന്റ് ഞാൻ പബ്ലിക്കലി വന്ന് തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. സോ ഞാനത് ഓൾറെഡി നാളെ തന്നെ കൊടുക്കാൻ പോവുക. എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്റെ റെപ്യൂട്ടേഷൻ, എന്റെ ഇത്ര നാളത്തെ എന്റെ റെപ്യൂട്ടേഷനും ഇത് അയച്ചു കൊടുത്തവന്മാർക്കെല്ലാം നാളെ ഞാൻ ലീഗൽ നോട്ടീസ് അയക്കും. ഒരു സംശയമില്ല. അത്
ഈ കേസ് ഡിഫൈമേഷൻ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമുള്ള കാര്യമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ കേസ് എവിടം വരെ പോകുമെന്ന് ബ്രോയ്ക്കും അറിയാം, നമുക്കും അറിയാം. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒതുക്കി വിട്, പറഞ്ഞ് സെറ്റിൽ ചെയ്യും. അല്ലാതെ കോടതിയിലൊന്നും പോയിട്ട് ഇതിനകത്തൊരു ഒത്തീർപ്പൊന്നും അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ വല്ല നടന്നാൽ തന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവൂല. നമ്മുടെ നിയമത്തിന്റെ വകുപ്പ് അറിയാമല്ലോ. ഈ വിളിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻസ് ആണ് അൻവിന്റെ ആയിട്ടുള്ള എന്റെ ബിസിനസ് ഡീൽ. ഇതുവരെ ഞാൻ എപ്പോഴും പറയല, 5 പൈസ പോലും ഞാൻ ഇത് എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ആയിട്ടില്ല. കാരണം ഞങ്ങളുടെ കമ്പനി ഫോർമേഷൻ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇൻകോർപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് അൻവിൻ എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും സ്കാംസ് വെളിയിൽ വരുവാണ്, നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് അപ് ടു നിങ്ങളുടെ അടുത്ത് പറയാം, എന്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ പുള്ളി ഒഴിവാക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളവർ തന്നെ പിടിച്ച് പിന്നെ ബിസിനസ് ഇട്ടിട്ട് ഇവനും കൂടെ മുഞ്ചി പോകുന്ന അവസ്ഥയിൽ തരുന്നല്ലോ. ഈ അൻവിൻ എന്ന് പറയുന്ന നാട്ടുകാരെ പറ്റിക്കുന്നവരാണെങ്കിൽ ഇവന് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ പാർട്ട്ണറിനെ എന്തായാലും പറ്റിക്കും. ഈ പാർട്ട്ണർഷിപ്പിന് പരിപാടി തുടങ്ങുന്നത് തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടേക്ക് ആരൊക്കെ പാർട്ട്ണർഷിപ്പിന് പരിപാടി തുടങ്ങിയിട്ടുണ്ടോ അതിനകത്ത് ഒരുത്തനെ പറ്റിച്ചിരിക്കും. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരുത്തന്റെ കൂടെ ആണെങ്കിൽ തീർന്ന് പറയണ്ട. പുള്ളിക്ക് കുഞ്ഞുണ്ടോ എന്നൊന്നും ചോദിക്കാനുള്ള സ്പേസ് എനിക്കില്ല. കാരണം ഞാൻ പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള അത്രയും ഇന്റിമേറ്റ് ഒരു ഫ്രണ്ട് അല്ല. നിങ്ങൾ എക്സ്പോസ് ചെയ്ത കാര്യങ്ങളിൽ പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ബാക്കി പേഴ്സണൽ കാര്യങ്ങളെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവിന് വരുന്ന ആളുടെ അടുത്ത്, ഗൈസ് നമ്മുടെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ, പോഡ്കാസ്റ്റിൽ എപ്പോഴെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? കോണാതെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനം അല്ലാതെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ കുത്തിയിരുന്ന് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാറില്ല. വീട്ടിൽ ആരുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പം എന്തെങ്കിലും ക്യാഷ് കിട്ടും. നമുക്ക് ചിലപ്പോൾ അത്രയ്ക്കും ഒരു കോൺവെർസേഷനിൽ നമുക്ക് ആ ബോണ്ട് തോന്നിയാൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ, ഈവൻ തോ ചെയ്താലും. പക്ഷേ അൻവിന്റെ അടുത്ത് എനിക്കത് ചോദിക്കാനുള്ള ഫ്രീഡം ഇല്ല. കാരണം അൻവിന്റെ അടുത്ത് അവിടെ ആരൊക്കെ ആരൊക്കെ ഉണ്ട്, ഏതൊക്കെ മറ്റേ ഡ്രേക്ക് ബ്രോ വന്നിട്ട് പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു. അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ അൻവിൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂവും ഇതിന്റെ സത്യം എന്താണെന്നും അൻവിന്റെ സൈഡിൽ നിന്ന് ഇത് പറയും. അത് പറഞ്ഞിട്ടും അൻവിനാണ് ഇതിനകത്ത് ഗിൽറ്റി അല്ലെങ്കിൽ എല്ലാം ഇതിനകത്ത് പ്രശ്നം അൻവിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡിസിഷൻ മാറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിൽക്കും. അൻവിൻ അത് പ്രൂവ് ചെയ്യാനുള്ള ടൈം ആയെന്ന് അൻവിൻ തന്നെ അറിയാം. സോ അൻവിൻ അത് ചെയ്യും. ഇതിനകത്ത് ഞാൻ എന്ത് തെറ്റാ വേറെ ചെയ്തേ? നിങ്ങൾക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കുള്ളതിൻ്റെ അടുത്ത് ചോദിക്കാം, എന്ത് തെറ്റാണ് ഞാൻ ഇതിൽ കൂടുതൽ ഇതിനകത്ത് ചെയ്തേ? നിങ്ങളെ ആരെങ്കിലും അൻവിന്റെ കോഴ്സോ അല്ലെങ്കിൽ അൻവിന്റെ മറ്റേ എന്തെങ്കിലും പരിപാടി ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അൻവിൻ ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ വേറെ ഞാൻ എന്താ ഇതിനകത്ത് ചെയ്തേ? എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്താ പരുന്ത് ടാറ്റട എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരാം ഞാൻ എനിക്കതിന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറയ്ക്കൂല. അതിന്റെ പ്രൂഫ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ലൈവ് വന്നേക്കുന്നത്, മനസ്സിലായോ? അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ ഇതുപോലത്തെ ക്രിയേറ്റേഴ്സ് 2-3 പേരെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഫേക്ക് ഇൻഫോ ഇതുപോലത്തെ അൻവിൻ നാട്ടുകാരെ പറ്റിച്ച പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു. സുനിൽ ഓജി ഇതിന്റെയൊക്കെ കമന്റ് സെക്ഷൻ കാണണം കേട്ടോ ഗൈസ്. ഈഗിൾ MDMA ഡീലർ എന്തൊക്കെയാണ്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ. അൻവിന്റെ ആ ഒരു മറുപടി പുള്ളി കൊടുക്കട്ടെ. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞ സാധനം ഈഗിൾ MDMA ഡീലർ, അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അങ്ങനെ ഒരു കമന്റ് എന്തുകൊണ്ട് അവിടെ വന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ആ നേരത്തെ ഇട്ട ആ ഒരു തംബ്നെയിലിനകത്ത് ഒരു വ്യക്തിയുടെ പടം കാണിക്കുന്നുണ്ടായിരുന്നു, സുനിൽ ഓജി. ഈ സുനിൽ ഓജി ആരാണെന്ന് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാമനാണ് സുനിൽ ഓജി. ഓക്കെ, മാമൻ 2 റെസ്റ്റോറന്റ് വിത്ത് ബാർ ഒക്കെ ഉള്ള മാമനാണ്. ഈ മാമന്റെയും അൻവിന്റെയും ബർത്ത്ഡേ ഒക്കെ ഒരു ദിവസമാണ്. ഇവർ ഒരു ദിവസത്തെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം മാമന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് അൻവിൻ. ഓക്കെ, ഓജി അണ്ണൻ ഇച്ചിരി സീനാണ്. പുള്ളിക്ക് പൊടിക്കച്ചവടം ഉണ്ട് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനിത് കേട്ടത് വേറെ ആരും പറഞ്ഞിട്ടല്ല, മരട് അനീഷ് പറഞ്ഞിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. മരട് അനീഷ് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? പുള്ളി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഗുണ്ടയാണ്. കേരളത്തിലെ നമ്പർ 1 ഗുണ്ട ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് മരട് അനീഷ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി ഒരു ഹീറോയിക്ക് ഗുണ്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നന്മയുള്ള ഗുണ്ട എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഹീറോയിക് സെറ്റപ്പ് ഉള്ള ഒരു ഗുണ്ടയാണ്. അപ്പോൾ ഈ മരട് അനീഷിന്റെ ഒരു ഇന്റർവ്യൂ കുറച്ച് നാൾക്ക് മുമ്പ് ക്രൈം സ്റ്റോറി എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്രൈം നന്ദൂബർ നടത്തുന്ന ക്രൈം സ്റ്റോറി. അപ്പൊ ഇതിനകത്ത് ഈ സുനിൽ ഓജിയെ പറ്റി മരട് അനീഷ് പറയുന്നുണ്ട്. പുള്ളി പറയുന്ന കാര്യം ഒന്ന് വെക്കാം. കൺട്രോൾഡ് ആണ്. ഇപ്പൊ ഇവിടെ ഓജി കാന്താരി എന്ന് പറഞ്ഞൊരു ബാർ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഓണർ അറിയോ? ഓജി സുനിൽ എന്ന് പറഞ്ഞിട്ട് റീലിലൊക്കെ ഭയങ്കര പബ്ലിക്കായിട്ട് ഭയങ്കര താരമാണ്. അവൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ്. ഇതാണ് മരട് അനീഷ്. ഓക്കെ, കണ്ടില്ലത്തൊരു കണ്ടോ? റീലിലൊക്കെ ഭയങ്കര പബ്ലിക്കായിട്ട് ഭയങ്കര താരമാണ്. അവൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലറും ഇവിടുത്തെ റോയൽ പിമ്പ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും?
ആരെങ്കിലും അവന്റെ പുറകെ പോകും. പോലീസുകാർ അവന്റെ ഷോപ്പിൽ കയറുന്നില്ല, അവന്റെ ബാറിൽ കയറുന്നില്ല, അവിടെ എന്താ വിൽപ്പനയില്ലേ? അപ്പോൾ അവന്റെ തറവാടെന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട് പനങ്ങാട്. അവിടെ ആഫ്റ്റർ പാർട്ടി നടത്തുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ, OG സുനിൽ. അപ്പോൾ അവൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണല്ലേ. അവന് കുറെ പെമ്പിള്ളേരെ പിടിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പെമ്പിള്ളേർക്ക് എന്തിനാണ് കൂടെ വന്നെ? എന്താ ഇവിടെ വേറെ ആൾക്കാരില്ലേ? നിങ്ങളിവിടെ വനില്ല പെമ്പിള്ളേര്? നിങ്ങളിവിടെ പബ്ബി പോകണല്ലേ? ഞാൻ പബ്ബി പോണ ആളാണല്ലോ. ഇവിടെ പബ്ബി പോണ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ കൂടെ 5-6 പെമ്പിള്ളേരുണ്ടാവും. എന്തുകൊണ്ട് 5-6 പെമ്പിള്ളേർ? ഈ പ്രായമുള്ള കിളവൻ്റെ കൂടെ 5-6 പെമ്പിള്ളേർ പോകണം എന്തിനാ? പൈസ, ഡ്രഗ് അല്ലേ? അവൻ ഇവിടെ പലർക്കും കൂട്ടി കൊടുത്ത് അവൻ ബിസിനസ് ചെയ്യും, അതിലൊരു വീതം ഇവർക്ക് കൊടുക്കും, ഇത്ര തന്നെ. അപ്പോൾ അതുപോലും ഇവിടെ ഉള്ള പോലീസുകാർക്ക് നിയന്ത്രിക്കാനോ അവരെ വിളിപ്പിക്കാനോ പിടിക്കാനും കഴിവില്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കി അതിനും മേലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. എല്ലാ ദിവസം വേണമെങ്കിൽ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കാം, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഒരു കാര്യമില്ല. മരടന്നീഷാണ് ഈ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാര്യം പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഉള്ളതുപോലെ തന്നെ പറയാം. അതുകൊണ്ട് ഈ പറഞ്ഞേക്കുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാണേ. കാര്യം അങ്ങനത്തെ ഒരാളാണ് ഈ പറഞ്ഞത്. കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരളത്തിലെ ഡ്രഗിനെ പറ്റി പറഞ്ഞാൽ ഇവിടെ പറയാം, ഇത് ഒരിക്കലും മാറ്റി നിർത്തേണ്ട ഒരു ഇതിന്റെ ഒരു ഗോഡ് ഫാദർ ഉണ്ട്. ഏത്? ഈ ഡ്രഗിന്റെ ഒരു ഗോഡ് ഫാദർ ഉണ്ട്. OG സുനിൽ. ഇവിടെ നമ്മുടെ കാന്താരി എന്ന് പറഞ്ഞ ഇട്ടിറങ്ങണ അവന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവൻ 2004 തൊട്ട് 2011 വരെ അവൻ ഇവിടെ ഈ MDMA ആണ് അവൻ കൊടുത്തത്. എത്ര കൊല്ലം മുമ്പാണ്? ഇപ്പൊ നമ്മുടെയൊക്കെ അറിവിൽ ഇവിടെ MDMA വന്നോണ്ടിട്ട് 15 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുമ്പ് അവൻ കൊടുത്താണ്. അവന് തറവാട് പ്രോപ്പർട്ടി ഉണ്ട് പനങ്ങാട്. ഇവിടെ വർഷത്തിൽ ഒരിക്കലും പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ് നടക്കും. അന്ന് പാണ്ടികൾ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഡ്രഗ് കൊണ്ടുവന്നത് തന്നെ OG സുനിലാണെന്നാണ് മരുടെ അനീജ് പറഞ്ഞു വരുന്നത്. OG എണ്ണോ ഭയങ്കര കോംപ്ലിമെന്റ് ആണല്ലോ. അതുപോലെ ഡ്രസ് ചെയ്ത് തന്നെ വർഷത്തിൽ ഒരിക്കലും നടത്തണേ. അവിടെ പുറത്തുനിന്ന് റഷ്യയിൽ നിന്ന് ഓടുന്നതൊക്കെ മൊത്തം ആൾക്കാരെ കൊണ്ടുവന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു പിമ്പാണ് അവന്. കൂട്ടി കൊടുക്കുകയാണ് അവന്റെ പരിപാടി. ഇവിടെ കൊണ്ടുവരും, ഈ ഡ്രഗ് കൊടുക്കും. ഇത് ഇങ്ങനെയാണ് ചെയ്യണത്. ഇതിന്റെ അന്ന് ലീവ് മെഡിനൊക്കെയാണ് മറ്റേ ഇത്. ഇവന്മാര് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എല്ലാ ഇതിനും വെള്ളി ശനി ഞായർ പബ്ബിലുണ്ടാവും. എന്നിട്ട് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നേരെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. കുറെ പെൺപിള്ളേരെ ആനയിച്ച് പോകും. അവൻ എന്താ പെണ്ണ് പിടിക്കണം, ഇത് ചെയ്യണം. ഇവൻ കുറെ പിള്ളേരെ ഈ 10, 23, 25 വയസ്സുള്ള DJമാരെ സ്വന്തം മക്കളാന്നും പറഞ്ഞിങ്ങനെ കൊണ്ടു നടക്കും. എന്നിട്ട് ഇവന്മാരെ ഇങ്ങനെ അഴിച്ചുവിടും. ഇവന്മാര് ഈ DJകളാണല്ലോ. ഇവന്മാര് പോയി പെണ്ണുങ്ങളെ കറക്റ്റ് ചെയ്ത് വളച്ചോണ്ട് വരും. ഇവൻ അത് കൊണ്ടുനടന്ന് ഉപയോഗിക്കും. ഇങ്ങനെയാണ്. ഇവന്റെ കയ്യിൽ കുറെ പണക്കാരുണ്ട്. ഇവന്മാര് കൊണ്ടുവന്ന് ഈ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുക. ഇതൊക്കെയാണ് പരിപാടി. 2011 ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കണ്ട. 2011 ഇവിടെ എല്ലാ പേപ്പറും മൊത്തം എഴുതിയല്ലേ ഇവനാ. റോയൽ പിമ്പ് എന്ന് പറഞ്ഞ ഇവനെ പറ്റി എഴുതിയത്. അതായത് നമ്മുടെ തട്ടേക്കാട് ഇവനൊരു റഷ്യക്കാരി പെണ്ണും ഇവന്റെ കൂടെ ഇവന്റെ മോനാന്ന് പറഞ്ഞ ഒരു DJ പയ്യനും കൂടി അവിടെ ചെന്ന് പാർട്ടിയൊക്കെ നടത്തി ഈ ഡ്രഗ് അടിച്ച് മറ്റേ ബോട്ടിങ് ഇറങ്ങിയപ്പോ സാധനം മറിഞ്ഞ് റഷ്യക്കാരി നീന്തി രക്ഷപ്പെട്ട് ഈ പയ്യൻ മരിച്ചുപോയി. എന്താ പത്രക്കാരും മൊത്തം ഇവനെ പറ്റി റോയൽ പിമ്പ്, കൂട്ടിക്കൊടുപ്പുകാരൻ, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലർ എന്നാണ് അന്ന് എഴുതിയത്. അതുകൊണ്ട് ഇവൻ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റാണ്ട് ഇവൻ ഇവിടെയുള്ള ഒരു സ്ഥലം കിട്ടിയ വിലക്ക് വിട്ടിട്ട് അവൻ ഡൽഹിക്ക് പോയി പിന്നെ തിരിച്ചു വന്നപ്പോൾ അവൻ അംഷായുടെ മെയിൻ ആളായി. അയാൾ അറിഞ്ഞിട്ടും കൂടി ഇല്ല. ഇപ്പൊ എല്ലാവർക്കും അംഷാനെ അറിയാം. പിന്നെ ഇവിടെ വന്നിട്ട് ഈ മറ്റേ ഡൽഹി ബന്ധം പറഞ്ഞ സെറ്റിൽമെന്റ് ആണ് അവന്റെ. ഇവിടെയുള്ള പോലീസുകാർ എന്താ കാണിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും അതായത് ഇപ്പോഴും അവനെ തന്നെയല്ലേ ചെയ്യണേ. എറണാകുളത്തിലെ പാർട്ടി ഡ്രഗ് ഉപയോഗിച്ച് പാർട്ടി ആസ്വദിക്കാം എന്ന് പഠിപ്പിച്ചത് അവനാണ്. ഹോട്ടലുകളിൽ വൻകിട ഹോട്ടലുകൾ. അതായത് ഇവൻ ചെയ്യുന്ന സംഭവം റഷ്യയിൽ നിന്നും അവിടെ നിന്ന് നോക്കി ഇവൻ പെൺപിള്ളേരെ ഇറക്കും. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ ബിസിനസ്സുകാർക്ക് കൂട്ടി കൊടുക്കും. ഇവരുടെ പൈസ ഇവൻ ബിസിനസ് ചെയ്യും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതെ. അപ്പം ഇതാണ് OG സുനിൽ അണ്ണന്റെ മെയിൻ പരിപാടി ഡ്രഗ് പിന്നെ കൂട്ടിക്കൊടുപ്പ് എന്നാണ് മരട് അനീഷ് പറയുന്നത്. OG അണ്ണന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. കള്ള്, പെണ്ണ്, ഇതാണ് അണ്ണന്റെ വീഡിയോയുടെ മെയിൻ അട്രാക്റ്റീവ് പോയിന്റ്. OG അണ്ണന്റെ അടുത്ത ഫ്രണ്ടാണ് അൻവിൻ. ഒരുപാട് വീഡിയോകളിൽ അൻവിന്റെയും OGയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വീഡിയോകളിൽ രണ്ടുപേരും മാറി മാറി പ്രത്യക്ഷപ്പെടാറുണ്ട്. സോ ഈ കാരണത്താലാണ് ഈഗിളിനെ പറ്റിയും ഈ ഡ്രഗുമായിട്ട് ചേർത്ത് കമന്റ് വന്നത്. സോ ഈഗിളിന് ഈ ഒരു കമന്റ് വന്നേക്കുന്ന റൂട്ട് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇപ്പം അൻവിന് ഈഗിളുമായിട്ട് കണക്ഷൻ ഉണ്ട്, അൻവിന് OGയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പൊ OGക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്. അപ്പം ഇൻഡയറക്ട്ലി OGക്ക് ഈഗിളുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഈഗിളിനെയും ഈ ഒരു ഗ്രൂപ്പിലങ്ങ് ചേർത്ത് അങ്ങനെയാണ് ഈ ഒരു കമന്റ് വന്നേക്കുന്നത്. ഇങ്ങനെ കുറെ തൊലിയാർ മണിയന്മാരുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ മതി അടിച്ചങ്ങ് ഇറക്കും കമന്റ്. മനസ്സിലായോ? ഇതിനകത്തുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OG എന്താണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപ്പെട്ട എല്ലാവർക്കും അറിയാം. പക്ഷെ അൻവിനെ അങ്ങനെ ആർക്കും അറിയത്തില്ല. അൻവിൻ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ്ഡ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. അൻവിന് ഈ മാതിരി വല്ല പരിപാടിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. കാര്യം ഇത്രയും സ്വഭാവ സവിശേഷതയുള്ള OGയുടെ കൂടാണല്ലോ നടപ്പ്.
അതുകൊണ്ട് മാത്രമല്ല, നേരത്തെ ഈ അൻവിനെ പിടിച്ച് പോഡ്കാസ്റ്റ് ചെയ്തതിന്റെ പേരിലാണല്ലോ ഈഗിള് കയറിപ്പോയത്. ഈ പറയുന്ന ഓജി അണ്ണന്റെയും ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് പല ചാനലുകളിലാണ്ട്. റീസെന്റ് ആയിട്ട് 3 weeks അകോ ഇന്റർവ്യൂ ഇറങ്ങിയിരിക്കുന്നു. സോ ഓജി അന്നേരം ഇതിനേക്കാൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവാൻ വേണ്ടിയിട്ടൊന്നുമില്ല. കാര്യം ഓജിയെ പറ്റി പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരുത്തനാണ്, ഒരു പേടിയില്ലാത്ത ഒരുത്തനാണ് പറഞ്ഞേക്കുന്നത്. ആ പറഞ്ഞതിനകത്ത് തന്നെ കാര്യവും ഉണ്ടാവും. ഇവിടെ പണി കിട്ടാൻ പോകുന്നത് എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ അൻവിനാണ് പണി കിട്ടാൻ പോകും. മാത്രമല്ല, മറ്റേ അനന്തു സുൽജിത്ത് ഇവന്റെ ഓട്ടോസ്പാ എന്ന് പറയുന്ന ബിസിനസ് ഉടായ്പാണ് എന്നുള്ള തരത്തിലൊരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട് ഏറ്റവും അവസാനം. ഇനി ഈ ഓട്ടോസ്പാ എന്ന് പറയുന്നത് ഇനി വേറെ വല്ല സ്പായോ ആണോടെ? എന്താണെങ്കിലും അവൻ വീഡിയോ ഇറക്കട്ടെ, അന്നേരം നമുക്ക് ബാക്കി നോക്കാം. ഇനി ബാക്ക് ടു ഈഗിൾ. ഈഗിളിന്റെ ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടെ പറയുന്നുണ്ട് പുള്ളി, അതുകൂടെ നമുക്ക് കേൾക്കാം. ഞാൻ ഒരു സത്യം നിങ്ങളുടെ അടുത്തൊക്കെ പറയാം. ഈ സ്ഥിരം ഇങ്ങനത്തെ ഉമ്പിത്തരം പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരെ അല്ല വേണ്ടുന്നത്. എന്തെങ്കിലുമൊക്കെ മര്യാദക്ക് ചെയ്ത് മര്യാദക്ക് ഇത്രയും നാൾ നിന്ന ആൾക്കാരുടെ ഒരു ചെറിയ മിസ്റ്റേക്കിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഹോണ്ട് ചെയ്യണത്. ലിറ്ററലി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതിന് വേണ്ടിയിട്ടാ. എന്തെങ്കിലും ഒരെണ്ണം കിട്ടണം. സത്യം ഇവിടെ വളരെ വളരെ സത്യമാണ്. നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ എന്റെയൊക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാണ്ടല്ല എന്നെ എല്ലാം കൂടെ വലിച്ചു കയറും. എനിക്ക് 100% ഉറപ്പാണ്. മിസ്റ്റേക്ക് പറ്റണ്ട, എന്റെ പേരിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു കള്ളത്തരം പടച്ചു വിട്ടാൽ തന്നെ മതി, എന്റെ ഭാഗം പോലും കേൾക്കുന്നതിന് മുമ്പ് എന്നെ വലിച്ചു കയറും. എനിക്കത് ഉറപ്പാണ്. ഞാനിത് പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും സമയത്ത്. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൊണക്കുന്നത്, ഇന്നലെ ഒരുത്തം വന്ന് കമന്റ് ഇട്ട്, നിനക്കും വരുവടാ ഇതുപോലെന്ന്. എടാ ഇതുപോലൊന്നും വരുത്തില്ല എന്ന് നീ അല്ല നിന്റെ തന്ത വന്ന് പറഞ്ഞാലും വരുത്തില്ലെന്നുള്ള 100% ഉറപ്പുണ്ടായിട്ടാടാ അറിയാളാ ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ കൊണയ്ക്കുന്നേ. മനസ്സിലായോ? അപ്പൊ പിന്നെ നീയൊക്കെ പണ, എനിക്കൊരു ഇതുമില്ല. ഓക്കെ, ഇനി ഈ മറ്റേ തെറിവിളി ചാറ്റ്, ഇതാണ്ട് ഈ ഒരു ചാറ്റ് മറ്റേ ഈ ഡ്രേക്ക് എന്ന് പറയുന്നത് പുറത്തുവിട്ടായിരുന്നല്ലോ, ആരുടെയാ? ഈഗിളിന്റെ. അതിനെപ്പറ്റി, അതിന്റെ ബാക്കിലുള്ള ഒരു കഥയുണ്ട്. അതിനെപ്പറ്റിയും ഈ ഈഗിൾ ഗെയിമിംഗ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാവേ. ചെറിയ കാര്യം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അടുത്തൊരു സ്റ്റോറി വന്നത് ഇതാണ്. ഇതില് എന്താ ഈഗിൾ ഗെയിമിംഗ് ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ തെറി വിളിക്കുന്ന ഭാഗം മാത്രം ലൈക്ക് അതൊരു ബ്ലർനെസ് കുറവാ, ഇന്റൻസിറ്റി കുറവാ. കണ്ട നീ എവിടെ, ഞാൻ എവിടെ സ്കാം എന്നൊക്കെ ചോദിക്കുന്ന ഇതുണ്ട്. ഇതിനി നിങ്ങൾക്ക് ഈ അക്കൗണ്ടിന്റെ ഉടമയെ കാണണം. നിങ്ങൾക്ക് ഇതാ 6000 ഫോളോവേഴ്സ്, അയക്കുന്ന വോയിസോ, എടാ ഞാൻ നിന്നെ ഉണ്ടല്ലോ, ഞാൻ നിന്റെ അവിടെ വന്ന് അടിക്കും, അത് ചെയ്യും ഇത് ചെയ്യും. ഒരു അമ്മാവനാ, പുള്ളി ഒരു അമ്മാവനായിട്ട് ഫിദാന്ന് അവന്റെ ഐഡന്റിറ്റിയാ ഫിദ. 6000 ഫോളോവേഴ്സ് ഉണ്ട് ഈ ഫിദയ്ക്ക്. എനിക്ക് മെസ്സേജ് അയക്കുമ്പോ എടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ റിവീൽ ചെയ്യും. വേറെ രാത്രി ആവുമ്പോ ഇതാണ് രാത്രിയിൽ ഈ അക്കൗണ്ടിൽ നിന്നുള്ള പരിപാടി. മനസ്സിലായ? ഇങ്ങനത്തെ കുറെ അമ്മമാരുണ്ട്. ഇവന്റെ ഒക്കെ പ്രൂഫാണ്, ഇതാണ് പ്രൂഫായിട്ട് ഇട്ടേക്കണേ പുള്ളി. ഇതിൽ എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ട, ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്, ഈ ഫിദ എന്ന് പറയുന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നെ മെൻഷൻ ചെയ്ത് പബ്ലിക് പോസ്റ്റുകളിൽ മൊത്തം ഊമ്പിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അത് ചോദിച്ചപ്പോൾ അവനോടുള്ള കോൺവെർസേഷനാണ് ഈ തെറിവിളി. ഈ വോയിസ് ഒന്നും പ്ലേ പോലും ചെയ്യാൻ പറ്റൂല. എന്റെ അമ്മോ, എനിക്ക് തന്നെ ഇതായി പോയി ഇതൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായ? ഇതൊക്കെ അവൻ കൊണ്ട് ഇട്ടോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരുത്തനെ ഞാൻ തിരിച്ച് ഉമ്മ വെക്കണമെന്നാണോ പറയണേ? അല്ല, ഈ തെറി വിളിക്കുന്നത് ഇത്ര സീനാണ്. അത് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്, അവന്റെ DMല, പേഴ്സണൽ DMല. ഇതാണ് ഇതുവരെയുള്ള കാര്യം. മനസ്സിലായ? ഇതുവരെയുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള ഇതാണ്. ഇതിനെ ഈ കാര്യത്തിൽ ഇത്രയും വെച്ചിട്ടാണ് എന്റെ പേരിൽ ഞാൻ എന്തോ കുറ്റം ചെയ്തു, ഞാൻ എന്തോ ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരമായിട്ട് എന്റെ അടുത്തോണ്ട് ഇരിക്കുന്നത്. ഇപ്പൊ ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇവന്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ട് ഇവനെ ചോദിപ്പിച്ചിട്ട് ഇവന്റെ വായിരിക്കുന്ന തെറിവിളി മൊത്തം കേട്ടിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ലവനെ എടുത്ത് അയച്ചു കൊടുത്ത് അവൻ അതെടുത്ത് സ്റ്റോറിയാക്കി. അപ്പൊ ആ സ്റ്റോറി കാണുന്ന വേറൊരുത്തൻ വിചാരിക്കും ഈഗിള് പോയിട്ട് ഈ അനന്തു സുൽജിത്തിനെയാണ് തെറിവിളിച്ചത്. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പൊ ഒന്നും കൂടെ ഈഗിൾ അവിടെ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അതൊരു മിസ്ലീഡിംഗ് സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സീരിയസ്ലി എനിക്ക് മിസ്ലീഡിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നെഗറ്റീവ് ആവും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിളിന്റെ ഫാൻസ്, ഇത് കാണുന്ന ഈഗിളിന്റെ ഫാൻസ് പോയിട്ട് അനന്തു സുൽജിത്തിനെ തെറി വിളിക്കും. വേറൊരു ഗ്രൂപ്പ് ഉണ്ട് ഈഗിളിന്റെ ഒക്കെ പതനം കാണാൻ വേണ്ടി ഇരിക്കുന്ന ടീം. അവന്മാര് വന്നിട്ട് ഇവൻ കുറ്റം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവനെ തെറി വിളിക്കും, ഈഗിളിനെ തെറി വിളിക്കും. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇവന്മാരെ ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്ത് എന്ത് സുഖമാണ് ഇവന്മാർക്ക് കിട്ടുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കുറെ നാറുകൾ ഇങ്ങനെ വരും. നമ്മൾ ഇവന്മാരെ ഒന്നും തെറി വിളിച്ചിട്ടൊന്നും ഇവന്മാർക്കൊന്നും ഏക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് തന്തയില്ലാത്തതുകൊണ്ടാണല്ലോ ഇവന്മാര് തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്നത്. ഇനി എത്ര കൺട്രോളുള്ള മനുഷ്യനാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പോകും. ഭരണിപ്പാട്ട് തോറ്റു പോകുന്ന മറ്റേ പാട്ട് നമ്മൾ പാടും. അത് ഇതുപോലെ ഫ്രസ്ട്രേഷൻ ഒക്കെ എടുത്തിരിക്കുന്ന സമയത്തങ്ങാണ് ഏതെങ്കിലും ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ നല്ലത് പറയും, നല്ലത് പറഞ്ഞു വിടും. അതിനി ഫേക്കനാണെങ്കിലും ഇനി ഏത് മറ്റവനാണെങ്കിലും എന്നെ ദൂരം തെറ്റൂല. ഇനി കുറച്ച് കാര്യങ്ങളുടെ പുള്ളി പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. എനിക്കിത് കൂടുതൽ വേറെ നിങ്ങൾക്ക് വേറെ എന്താ വേണ്ടതെന്ന് ചോദിച്ചോ. വേറെ ഞാൻ എന്റെ ഇൻവോൾവ്മെന്റ് വേറെ എന്താ പറയാ. ഞാൻ ഒന്നുകൂടി പറയുവാണ്, അൻവിന്റെ സൈഡിൽ നിന്നോ അൻവിന്റെ കമ്പനി എന്തിന്റെ സൈഡിൽ നിന്നാണെങ്കിലും 1 രൂപ ഞാൻ എന്റെ കൈകൊണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഒരു തെളിവോ
അല്ലെങ്കിൽ ഒരു പ്രൂഫ്, എന്റെ ബാങ്ക് അക്കൗണ്ട്സ് മൊത്തം ഞാൻ തരാം, എല്ലാം തരാം. ഈ കിക്കിലെ ചാനൽ, യൂട്യൂബിലെ ചാനൽ, ഇൻസ്റ്റാഗ്രാം, എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയണം, എന്റെ സോഷ്യൽ മീഡിയ 1 രൂപ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അൻവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഈ കണ്ടന്റ് ഇട്ട് എല്ലാവരും തെളിയിക്കണം ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ. തെളിയിച്ചില്ലെങ്കിൽ ഈ കോണ്ടന്റ് ഇട്ട കുറച്ച് ആൾക്കാർ, എന്റെ ഫോട്ടോയും എന്റെ തലയും വെച്ച് ഇട്ട കോണ്ടന്റ് ഇട്ട ഇവിടുത്തെ കുറച്ച് പ്രമുഖന്മാരുടെ എല്ലാം വീട്ടിൽ ഞാൻ നോട്ടീസ് അയക്കും. ഒരു സംശയമില്ല. യു ഹാവ് ടു പ്രൂവ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം. തെളിയിച്ചില്ലെങ്കിൽ ഞാൻ 3 ദിവസം സമയം തരാം. 3 ദിവസത്തിനകത്ത് സമയം തരാം. ഞാൻ അതൊന്ന് തെളിയിച്ചാൽ ഞാൻ തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് പൊക്കോളാം. മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യും. അത് എനിക്ക് വേറെ ഇത് ഭീഷണിയൊന്നും അല്ല ബ്രോ. എന്നെ ഇത് നല്ല രീതിയിൽ അഫക്ട് ചെയ്ത്, എന്നെ ഇത് കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ അഫക്ട് ചെയ്ത്. ഈ ഇന്നലെ 6 മണി തൊട്ട് എന്നെ കുറച്ച് പേര് ഫോൺ വിളിച്ചും കുറച്ച് പേര് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയും എന്റെയും എന്റെ വൈഫിന്റെയും എന്റെ കസിൻസിന്റെ എല്ലാ അക്കൗണ്ടിൽ വന്ന് ഇതാക്കി എന്റെ സ്ക്രീൻഷോട്ട്സും ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്കുണ്ടായ മെന്റൽ ഹറാസ്മെന്റിന് ഞാൻ ഉറപ്പായിട്ടും കേസ് കൊടുക്കും. ബാക്കി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം. ഞാനല്ല അൻവിനെ കേരളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതൊന്നും. അൻവിന്റെ ഓഡിയൻസ് ഓൾറെഡി കേരളയാണ്. ആൻഡ് ഇതുപോലത്തെ റെപ്യൂട്ടഡ് ചാനൽ, സൈന സൗത്ത് പ്ലസ് പോലത്തെ റെപ്യൂട്ടഡ് ചാനൽസും കുറെ പേരും ഇങ്ങനെയുണ്ട്. ആൻഡ് അൻവിന്റെ സൈഡിൽ നിന്ന് അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രൂവ് ചെയ്യേണ്ടത് അൻവിനാണ്. സോ അൻവിൻ അത് ചെയ്യും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അൻവിൻ പറഞ്ഞു വീഡിയോ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്, അവൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് ബാക്കി അവരുടെ ഇഷ്ടമാണ്. അത് അൺടിൽ നമുക്ക് ഈ പറയണതുപോലെ പുള്ളിയുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ പുള്ളിയുടെ പേരിൽ അങ്ങനെ ഒരു സ്കാം അലിഗേഷൻ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ബിസിനസ് പ്ലാനിൽ നിന്ന് ഞാൻ വിഡ്രോ ആവും. സെൽഫായിട്ട് ഞാൻ വിഡ്രോ ആവും ഉറപ്പായിട്ടും. ഞാനത് ഒറ്റയ്ക്ക് തുടങ്ങിക്കോളാം. ഒരു ബിസിനസ് പാർട്ണറും ഇല്ലാതെ കുറച്ച് ലേറ്റ് ആയാലും എനിക്കിത് എന്നെ കൊണ്ട് എന്നത് ചെയ്യാൻ പറ്റുന്നോ ഞാൻ അന്ന് ചെയ്തോളാം. ഓക്കെ, എനിക്ക് ഇത്രയാ പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് എന്തുവാന്ന് വെച്ചാൽ തീരുമാനിക്കാം ഗൈസ്. ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കേണ്ട എന്താ ആവശ്യമുള്ളത്? സോ ഇതാണ് കാര്യം. പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഈഗിൾ ഗെയിമിംഗ് പുള്ളിയുടെ സൈഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി അൻവിന്റെ സൈഡിൽ നിന്ന് അൻവിൻ എന്താണ് പറയാനുള്ളതെന്നും കൂടെ കേൾക്കണം. കാര്യം അറിയാതെ ചാടി കയറി പോയി തെറി വിളിച്ചിട്ടോ കുറ്റപ്പെടുത്തിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ താഴെയിട്ട് ചവിട്ടി തേക്കാൻ വേണ്ടി. ചിലർക്ക് ഇതൊരു ഹരമാണ്. കമന്റ് സെക്ഷനിൽ വന്നിട്ട് തെറി വിളിക്കുന്നതും, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇൻബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നതും, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അടിച്ചിറക്കുന്നതൊക്കെ ചിലർക്ക് ഭയങ്കര ഹരമാണ്. എന്താണെങ്കിലും നോക്കാം. ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നെക്സ്റ്റ് പാർട്ട്, ഈ അൻവിൻ എക്സ്പോസ് ചെയ്യുന്ന നെക്സ്റ്റ് പാർട്ട് 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി വരുത്തുള്ളൂ. അതൊരു തരം ടാക്ടിക്സ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 ദിവസത്തിനുള്ളിൽ അൻവിൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവന് അടുത്ത വീഡിയോയിൽ അവനെ കൊട്ടാം. അല്ലെങ്കിൽ ഈ അൻവിൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷനകത്ത് എന്തെങ്കിലും ഫോൾസ് ഉണ്ടെങ്കിൽ ആ സാധനം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പിന്നെയും ലെവനിൽ അവനെ കൊട്ടാം. ഇനിയിപ്പോ അൻവിൻ ഈ 5 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിൽക്കുന്നതെങ്കിൽ ഈ 5 ദിവസവും ഇവന്റെ പേര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങും. ഇവൻ ഈ 5 ദിവസം ഏറി തന്നെ നിൽക്കും. എന്നൊക്കെ നോക്കിയാൽ അൻവിൻ കോളാണ്. എന്താണെങ്കിലും നോക്കാം ഗൈസ്. സോ OG സുനിലുമായിട്ട് ഈ മാതിരി എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അൻവിൻ പെടും. അതാണ് എനിക്ക് ആകെ കൂടിയുള്ള ഒരു ഡൗട്ട്. വേറെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല, അൻവിന്റെ കാര്യങ്ങൾ. സോ അത് ഈ പറയുന്ന പുള്ളി തന്നെ വന്നത് പറയട്ടെ, അത് നമുക്ക് അപ്പം നോക്കാം. സോ കൂടുതലൊന്നും എനിക്കിതിനെ പറ്റി പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോ വരാം. അപ്പൊ ശരി.